മാനന്തവാടി എം.എൽ.എ. ഒ.ആർ. കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും കുടുംബാംഗങ്ങളും അടക്കം ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ് കേളുവിന് ലഭിക്കുന്ന വകുപ്പ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പരസ്പരം മിണ്ടാതിരുന്ന മുഖ്യമന്ത്രിയും ഗവർണറുടെ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും കേളുവിന്റെ കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ പങ്കെടുത്തു. കഴിഞ്ഞ സത്യപ്രതിജ്ഞാവേദി പോലെ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം മിണ്ടിയില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ഒ.ആർ. കേളു ചുമതല ഏറ്റെടുത്തു. വയനാട്ടിലെ വലിയൊരു പ്രതിസന്ധി ഉണ്ടല്ലോ, ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടുകാർ വയനാട്ടിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വരാൻ വേണ്ടി ശ്രമിക്കും. വന്യജീവി ഇന്നും അവിടെ കടുവ ആക്രമണം ഉണ്ടായി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളിപ്പം നമ്മൾ നേരത്തെ തന്നെ വയനാട് ജില്ലയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് മണ്ഡലത്തിലെ 3 എം.എൽ.എമാരും അവിടുത്തെ എം.പിയും അതേപോലെ തന്നെ കേരള സംസ്ഥാന ഗവൺമെൻറ്റും പിന്നെ അതുപോലെ യോജിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മാത്രമേ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കേളുവിന് നൽകാനിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പുകൾ സംബന്ധിച്ച അറിയിപ്പ് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറും. അതിനു പിന്നാലെ ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കും. എന്നാൽ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് കേളുവിന് നൽകാത്തത് വിവാദമായിരുന്നു. ജനം, തിരുവനന്തപുരം.